ഹലോ, ഓഡിബിളും വിസിബിളും ആണോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓഡിബിളും വിസിബിളും ആണോ? ഹലോ, എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. എന്താ? സമുദ്രവും അതിൻ്റെ മൂവ്മെന്റ്സും അല്ലേ? സമുദ്രവും അതിൻ്റെ മൂവ്മെന്റ്സും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഓക്കെ ആണോ സൗണ്ട്? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സമുദ്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും പിന്നെന്താ അതിൻ്റെ മൂവ്മെന്റ്സ്, എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് സമുദ്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓഷൻ എന്ന് പറയുമ്പോൾ, സമുദ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഭൂമിയുടെ 71% അല്ലെ, ഭൂമിയുടെ 71% കവർ ചെയ്തിരിക്കുന്ന അല്ലെ, കവർ ചെയ്തിട്ടുള്ളത് എന്താണ്? ഓഷൻസ് ആണ് അല്ലെ, സമുദ്രങ്ങളാണ്. സമുദ്രങ്ങളും സീസും അങ്ങനെ എന്താണ്, ഉപ്പുവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രഹമാണല്ലേ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി അറിയപ്പെടുന്ന എന്താണ്? നീലഗ്രഹം എന്നാണല്ലേ. ഈ ഭൂമിയിൽ ഇത്രയധികം വാട്ടറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമി അറിയപ്പെടുന്നത് തന്നെ നീലഗ്രഹം എന്നാണല്ലേ. നീലഗ്രഹം എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂമിയെ അറിയപ്പെടുന്നത് തന്നെ നീലഗ്രഹം എന്നാണ്. അപ്പൊ 71% എന്താണ് നമ്മുടെ ഭൂമിയിൽ സമുദ്രമാണല്ലേ. 71% അല്ലെ നമ്മുടെ ഭൂമിയുടെ എന്താണ് 2/3 എന്ത് തന്നെയാണ്? സമുദ്രമാണല്ലേ. സമുദ്രം കൊണ്ടാണ് അല്ലെങ്കിൽ വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂമിയിൽ നിറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഭൂമിയുടെ ഈ സമുദ്രങ്ങളെ പറ്റി പറയുമ്പോൾ എന്താ, നമ്മൾ കുറച്ച് അല്ലെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഈ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സമുദ്രത്തിന്റെ ആഴം കണക്കാക്കുന്നത് എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് സമുദ്രത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് സമുദ്രങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ അല്ലെങ്കിൽ സമുദ്രങ്ങളെ പറ്റിയുള്ള പഠനത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്താണ് ഓഷ്യാനോഗ്രാഫി അല്ലെ. ഓഷ്യാനോഗ്രാഫി എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓഷ്യാനോഗ്രാഫി എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സമുദ്രങ്ങളെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ പഠനത്തെ പറയുന്ന പേര് ഓഷ്യാനോഗ്രാഫി എന്നാണ് അല്ലെ. ഓഷ്യാനോഗ്രാഫി എന്നാണ് നമ്മുടെ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്, ഓഷ്യാനോഗ്രാഫി എന്നാണ്. ഇനി ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8-ന്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത് കേട്ടോ. ലോക സമുദ്ര ദിനം എന്ന് പറയുന്നത് ജൂൺ 8-നാണ്. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, ജൂൺ 8-നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ UN നമുക്കറിയാല്ലേ, UN എന്ത് ചെയ്യും, ഓരോ വർഷവും എന്ത് ചെയ്യും, ഓരോരോ കാര്യങ്ങളെ പറ്റി പറയും അല്ലെ. അപ്പൊ ഈ വർഷം 2024 എന്ന് പറയുന്നത് ഒട്ടകങ്ങളെ കുറിച്ചുള്ള വർഷമാണ്. 2023 എന്ന് പറയുന്നത് മില്ലറ്റ്സിനെ പറ്റി അല്ലെ, ചെറുധാന്യങ്ങളെ പറ്റിയുള്ള വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ UN സമുദ്ര വർഷമായിട്ട് ആചരിച്ചത് എന്നാണ്? 1998 ആണ് UN സമുദ്ര വർഷമായിട്ട് അല്ലെ, സമുദ്ര വർഷമായിട്ട് ആചരിച്ചത് എന്നാണ്? 1998 ആണ്. അപ്പൊ ജൂൺ 8 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ സമുദ്ര ദിനം അല്ലെ, ലോക സമുദ്ര ദിനം എന്ന് പറയുന്നത്.
ജൂൺ 8 ജൂൺ 8. ഇനി എന്താണ് അടുത്തത് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന അല്ലെ, സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണത്തെ പറ്റി പറയുന്നത് ഫാത്തോമീറ്റർ. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഏത്? ഫാത്തോമീറ്റർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടു കൂടി സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം എന്ന് വെച്ചോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എക്കോ സൗണ്ടർ എന്നായി ആ ഉപകരണത്തിന്റെ പേര് മാറ്റും. അപ്പൊ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഫാത്തോമീറ്റർ ആണ്. ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ, അത് ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആഴം അളക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്കോ സൗണ്ടർ. അപ്പൊ ഫാത്തോമീറ്റർ, എക്കോ സൗണ്ടർ എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സമുദ്രങ്ങളുടെ ആഴമളക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആഴമളക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കറിയാം അല്ലെ, നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ കരഭാഗത്തു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ദൂരം അളക്കുന്നതല്ലേ, ദൂരം അളക്കുന്നതിന്റെ യൂണിറ്റിന് അല്ലെങ്കിൽ ദൂരം അളക്കുന്ന നമ്മൾ എന്താണ് പറയുന്നത്, കിലോമീറ്ററിലാണ് അല്ലെ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ അല്ലെങ്കിൽ മൈല് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നല്ലേ. മൈൽസ് അതുപോലെ തന്നെ കിലോമീറ്റർ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്നാൽ സമുദ്രത്തിലല്ലേ, സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രത്തിന്റെ ഉപരിതല ഭാഗത്ത് ദൂരം അളക്കുന്ന യൂണിറ്റ് എന്താണ്? നോട്ടിക്കൽ മൈൽ എന്നാണ് അല്ലെ. നോട്ടിക്കൽ മൈൽ എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. നമ്മുടെ സമുദ്രോപരിതലത്തിൽ ദൂരത്തിന്റെ അല്ലെങ്കിൽ എന്താണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോട്ടിക്കൽ മൈലാണ്. അപ്പൊ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു നോട്ടിക്കൽ മൈൽ പറയാനുള്ള കാര്യം എന്താണ്? കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യും, ഈ നോട്ടിക്കൽ മൈലിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. 852 കിലോമീറ്റർ ആണ്. അപ്പൊ എന്താണ് ഈ നോട്ട് എന്ന് പറയുന്നത്? നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നമ്മൾ ഡിസ്റ്റൻസ് അല്ലെ, നമ്മുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യം എന്താണ് നോട്ട്? KNOT നോട്ട് എന്നറിയപ്പെടുന്ന എന്താണ്? നോട്ട് എന്നറിയപ്പെടുന്ന എന്താണ്? നോട്ടിക്കൽ മൈല് സമുദ്രോപരിതലത്തിലുള്ള ആ ഒരു ദൂരത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്, നോട്ടിക്കൽ മൈൽ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ട് എന്താണ്? KNOT നോട്ട് എന്താണെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ നമ്മുടെ കപ്പലുകളുടെ വേഗതയെ കേട്ടോ ഓർത്തു വെച്ചിരിക്കുക. കപ്പലുകളുടെ വേഗത എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ട് എന്ന് പറയുന്നത്. കപ്പലുകളുടെ അല്ലെങ്കിൽ കപ്പലുകളുടെ വേഗതയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ വേഗത എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോട്ട് എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ പെർ അവർ ആണ്. 1.852 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ എന്താണ് നമുക്കറിയാം എന്താണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു നോട്ട് എന്താണ്, അല്ലെങ്കിൽ നോട്ടിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി കിലോമീറ്ററിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ എന്താണ് നോർമൽ യൂണിറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു നമ്പർ തന്നിട്ട് എന്തായിരിക്കും, യൂണിറ്റ് തന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തെറ്റിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചിലപ്പോൾ 1.852 കിലോമീറ്റർ എന്നും കാണും, കിലോമീറ്റർ പെർ അവർ എന്നും കാണും, അല്ലെങ്കിൽ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ എന്ത് ചെയ്യാം കാണിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ PSC തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക 1.852 ഒരു നോട്ടിക്കൽ മൈലിന്റെയും ഒരു നോട്ടിന്റെയും നമ്മുടെ നോർമൽ യൂണിറ്റുകളിലേക്കുള്ള കൺവേർഷൻസിലേക്ക് വരുമ്പോഴേക്കും നമ്പർ അല്ലെങ്കിൽ സംഖ്യ ഒന്ന് തന്നെയാണ്, 1.852 തന്നെയാണ്. രണ്ടിന്റെയും സംഖ്യ എന്ന് പറയുന്ന യൂണിറ്റിലാണ് വ്യത്യാസം വരുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന കിലോമീറ്റർ ആകുമ്പോൾ നോട്ട് വേഗതയെ കാണിക്കുന്നത് കൊണ്ട് തന്നെ കിലോമീറ്റർ പെർ അവർ എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്,
എന്താണ് ഓഷൻസിനെ പറ്റിയുള്ള പഠനത്തെ പറ്റിയുള്ള ശാസ്ത്രശാഖ ഓഷ്യനോഗ്രാഫിയാണ്. UN സമുദ്രവർഷമായ എന്താണ് ആചരിച്ചത് 1998 ജൂൺ 8 അന്താരാഷ്ട്ര അല്ലെങ്കിൽ ലോക എന്താണ് സമുദ്ര ദിനം എന്ന് പറയുന്നത്. ഇനി സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ എന്താണ് ദൂരത്തെ അളക്കാൻ വേണ്ടി, ദൂരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. ഇനി നോട്ട് എന്താണ്? കപ്പലുകളുടെ വേഗത അല്ലെ, കപ്പലുകളുടെ വേഗതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോട്ട് എന്ന് പറയുന്ന എന്താണ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഐഡിയ പോലെ എന്ത് ചെയ്യുക ഉണ്ടാക്കി വെച്ചിരിക്കുക. അത്രയും കാര്യങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചാൽ മതി. കാണാതെ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് പിന്നീട് കൺഫ്യൂഷൻസ് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ തോന്നുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് ആ സംഗതി എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, തിരിഞ്ഞു പോകില്ല. അപ്പൊ അല്ലേ നമുക്കറിയാം എന്താണ് ഭൂമിയുടെ 71% അല്ലെ, ഭൂമിയുടെ 71% ശതമാനവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ബാക്കി 29% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കരഭാഗം ഉള്ളൂ അല്ലെ. കരഭാഗം എന്ന് പറയുന്നത് 29% ഉള്ളൂ അല്ലെ. അപ്പൊ ഈ കരഭാഗങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങൾക്കെല്ലാം സമുദ്ര അതിർത്തി ഉണ്ടോ? ഇല്ല അല്ലെ. നമുക്കറിയാം ചില രാജ്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യില്ല, സമുദ്ര അതിർത്തി ഇല്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേപ്പാൾ, നമ്മുടെ എന്താണ് അയൽ രാജ്യമായിട്ടുള്ള നേപ്പാളോ ഭൂട്ടാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ സമുദ്ര അതിർത്തി ഉണ്ടോ? ഇല്ല അല്ലെ. ഇനി സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് അല്ലെ, കസാക്കിസ്ഥാൻ പോലുള്ള എന്താണ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും എന്ത് ഇല്ല, സമുദ്ര അതിർത്തികളില്ല. അതുപോലെ തന്നെ എന്താണ് യൂറോപ്പിന്റെ എന്താണ് നടുക്കൊക്കെ കാണുന്ന ആൾക്കാരുടെ എന്താണ് രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും എന്ത് ചെയ്യുന്നില്ല, സമുദ്ര അതിർത്തികളൊന്നും തന്നെ ഇല്ല അല്ലെ. അപ്പോൾ അത്തരം രാജ്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, സമുദ്ര അതിർത്തികളില്ല. എന്നാൽ അതിർത്തികളുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ US പോലെ മെക്സിക്കോയെ പോലെ ഒക്കെ അതിർത്തിയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, അവരുടെ എന്താണ് ഈ ടെറിട്ടറി ഫിക്സ് ചെയ്യും. സമുദ്രങ്ങളിൽ എന്ത് ചെയ്യും, അവരുടെ ടെറിട്ടറി ഫിക്സ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ചുമ്മാ നമുക്കിപ്പോ ഓരോ രാജ്യത്തിനും തോന്നുന്ന പോലെ അവരുടെ ഇത്ര ഈ കടലിൽ നിന്ന് ഇത്ര നോട്ടിക്കൽ മൈൽ ഞങ്ങളുടെയാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലേ. അതിനൊക്കെ എന്താണ് അന്താരാഷ്ട്ര ട്രീറ്റികളുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ സമുദ്ര അതിർത്തികളെ പ്രധാനമായിട്ടും 5 സോണുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 5 സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇനി ആരാണ് അങ്ങനെ തിരിച്ചിട്ടുള്ളത്? 1982 യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് അൺക്ലോസ് എന്ന് പറയുന്ന യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് അൺക്ലോസ് എന്ന് പറയുന്ന 1982 ഒരു ട്രീറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ അന്താരാഷ്ട്ര സമുദ്രത്തെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമുദ്ര അതിർത്തികൾ എന്ത് ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളതും ഓരോരോ രാജ്യങ്ങൾക്ക് എത്ര നോട്ടിക്കൽ മൈൽ വരെയാണ് നമ്മുടെ അതിർത്തിയായി പറയുന്നത്, അവിടെ ഓരോ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഈ അൺക്ലോസ് എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പൊ അൺക്ലോസ് എന്ന് പറയുന്നത് എന്താണ്, യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് 1982 ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അന്ന് ഏകദേശം 167ഓളം രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും അൺക്ലോസ് നമ്മുടെ സമുദ്ര അതിർത്തിയെ 5 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചിട്ടുള്ളത്. 5 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇന്റേണൽ വാട്ടർ. ആദ്യത്തേതെന്ന് പറയുന്നത് ഇന്റേണൽ വാട്ടർ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ടെറിട്ടോറിയൽ സീ. മൂന്നാമതെന്ന് പറയുന്നത് കണ്ടീജിയസ് സോൺ. നാലാമത്തെന്ന് പറയുന്നത് എന്താണ്, എക്സ്ക്ലൂസീവ്
എക്കണോമിക് സോൺ EEZ. അപ്പൊ ഇങ്ങനെ നാലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അഞ്ചാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് അറിഞ്ഞിരുന്നാലും മതി. അപ്പൊ അഞ്ചാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്താണ്, ഓപ്പൺ സീസ് അല്ലെങ്കിൽ ഹൈ സീസ് എന്ന് പറയും. ഹൈ സീസ്. അപ്പോൾ നമ്മുടെ സമുദ്ര അതിർത്തികളുള്ള രാജ്യങ്ങളുടെ എന്താണ് അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, സമുദ്രത്തിനകത്തുള്ള അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അൺക്ലോസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ട്രീറ്റി എന്ത് ചെയ്തു, പ്രധാനമായിട്ടും നമ്മുടെ എന്താണ് സമുദ്രത്തിന്റെ അതിർത്തി എന്താണ് അല്ലെങ്കിൽ അതിർവരമ്പുകളെ 5 തരത്തിലുള്ള എന്താണ് സോണുകളായിട്ട് തിരിച്ചു. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ വാട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം വരുന്നതാണ് ടെറിട്ടോറിയൽ സീ. അതിനുശേഷം വരുന്നതാണ് കണ്ടീജിയസ് സോണ്. അതിനുശേഷം വരുന്നതാണ് എന്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മളിന്ന് ഓപ്പൺ സീ അല്ലെങ്കിൽ ഹൈ സീ എന്ന് പറയും. പുറംകടൽ നമ്മൾ പറയാറില്ലേ, ആ സാധനം തന്നെയാണ്. അതാണ് ഓപ്പൺ സീ അല്ലെങ്കിൽ ഹൈ സീ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവർ ഓരോന്നും എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ കോസ്റ്റ് ലൈനിനെ പ്രധാനമായിട്ട് എന്തൊക്കെയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കോണ്ടിനെന്റൽ ഷെൽഫ് ഉണ്ട്. അതിനുശേഷം എന്താണ്, ഒരു കോണ്ടിനെന്റൽ സ്ലോപ്പ് ഉണ്ട്. അതിനുശേഷം വരുന്ന ആളാണ് അബിസൽ പ്ലെയിൻ. അപ്പൊ ഈ 3 ആൾക്കാരായിട്ടാണ് നമ്മുടെ എന്താണ് സീ ഷോറിനെ അല്ലെങ്കിൽ നമ്മുടെ കടൽക്കരയെ പ്രധാനമായിട്ടും തിരിച്ചിട്ടുള്ളത്. ആദ്യം എന്താണ്, കോണ്ടിനെന്റൽ ഷെൽഫ് ഉണ്ട്. അതിനുശേഷം വരുന്നതാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ്. അതിനുശേഷം വരുന്നതാണ് അബിസൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ കോണ്ടിനെന്റൽ ഷെൽഫിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഷോറിന്റെ ബേസ് ലൈൻ എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഈ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഈ എന്താണ് നമ്മുടെ ഈ കടൽ കയറി നിൽക്കുന്ന ആ പ്രധാനപ്പെട്ട പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഭാഗത്ത് നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. ആ കടൽ കയറി നിൽക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ രാജ്യത്തിന്റെയും സമുദ്രം അതിർത്തിയായിട്ട് വരുന്ന ഓരോ രാജ്യത്തിന്റെയും ബേസ് ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ബേസ് ലൈനിൽ നിന്നും അകത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, വല്ല ബേയോ, ഇപ്പൊ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് എന്താണ്, അകത്തേക്ക് കയറി നിൽക്കുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ വല്ല ഗൾഫുകളോ. ബേ ഓഫ് ബംഗാൾ വളരെ വലുതാണ്, അപ്പൊ എല്ലാ ബേകളും അത്രയും വലുതായിരിക്കണം എന്നില്ലല്ലേ. പിന്നെ എന്താണ്, ഗൾഫുകളുണ്ട്, കടലിടുക്കുകളുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത്തരം ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ ഒരു ബേസ് ലൈനിൽ നിന്നും അകത്തേക്ക് കയറി നിൽക്കുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ബേസ് വലിയ ഇപ്പം ബേ ഓഫ് ബംഗാൾ പോലത്തെ വലിയ ബേനെ പറ്റിയല്ല പറയുന്നത്, ചെറിയ ബേനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ബേസ്, ഗൾഫുകൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് റിവേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലേക്സ്, കടലുമായി ചേർന്ന് കിടക്കുന്ന ലേക്കുകൾ, ഇതൊക്കെ എന്താണ് ഈ ബേസ് ലൈനിന് ഉള്ളിലായിട്ട് കാണുന്ന വാട്ടറുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബേസ് ലൈനിൽ നിന്ന് അകത്തേക്ക് കിടക്കുന്ന വാട്ടറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻലൻഡ് വാട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. എന്താണ്, ബേസ് ലൈനിൽ നിന്നും അകത്തേക്ക് അല്ലെ, ഇന്റേണൽ വാട്ടർ എന്ന് പറയുന്നത് ബേസ് ലൈനിൽ നിന്നും ഉള്ളിലേക്ക് കാണുന്ന ആളാണ്. ഉള്ളിലേക്ക് കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഗൾഫുകള്, അതുപോലെ തന്നെ ബേകള്, നമ്മുടെ എന്താണ് കടലുമായി ചേർന്ന് കിടക്കുന്ന ലേക്കുകള്, കടലിൽ വന്ന് അവസാനിക്കുന്ന നദികൾ. ഇപ്പം നമ്മള് നമുക്കറിയാലേ, ഗാൻജസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട പോർട്ട് ഉണ്ടല്ലേ, ഹാൽദിയ എന്നറിയപ്പെടുന്ന നമ്മുടെ കൊൽക്കട്ടയിലുള്ള ഒരു പ്രധാനപ്പെട്ട
എന്താണ് കൊൽക്കട്ട പോർട്ട് എന്ന് പറയുന്ന ഒരു റിവറൈൻ പോർട്ടാണ് അല്ലേ. അപ്പൊ അത്തരം ആൾക്കാരെന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ടെറിട്ടറി ആയിട്ടാണ്, ഇന്ത്യക്ക് അകത്ത ഒരു സ്ഥലമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇന്റേണൽ വാട്ടർ പ്രകാരം എന്ത് ചെയ്തിട്ടുള്ളത്, കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ ഇന്റേണൽ വാട്ടേഴ്സിൽ മറ്റു രാജ്യങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രവൃത്തികളും എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി, അപ്പൊ ഇന്റേണൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കംപ്ലീറ്റ്ലി ഏത് രാജ്യത്താണോ ആ ഇന്റേണൽ വാട്ടർ വരുന്നത് ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ്ലി കൺട്രോളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ വാട്ടേഴ്സ് ഇരിക്കുന്നത്. ഇനി ഇന്റേണൽ വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ലൈൻ വരുന്നു. ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ, ഈ ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ, 12 നോട്ടിക്കൽ മൈൽ സോറി ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ എന്ത് ചെയ്യുന്ന അകലെയല്ലേ, 12 നോട്ടിക്കൽ മൈൽ വരെ കാണപ്പെടുന്ന, ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത്. ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലം വരെ കാണപ്പെടുന്ന സീ ആണ് ഏത്, നമ്മുടെ ടെറിട്ടോറിയൽ സീ. ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത്, ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത്. ഇനി ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം 22 കിലോമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെറിട്ടോറിയൽ സീ കാണുന്നത്. അപ്പൊ ഈ ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ആണോ വരുന്നത് ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ്ലി എന്താണ്, സോവറിനിറ്റി ഉള്ള സ്ഥലമാണ്. സോവറിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പരമാധികാരമുള്ള സ്ഥലമാണ് അല്ലേ. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ പാകിസ്ഥാന്റെ ടെറിട്ടോറിയൽ സീയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരിക്കലും ഒരു കപ്പൽ ഓടിച്ചു കയറ്റാനോ അല്ലെങ്കിൽ ആ ഭാഗത്തൂടി ആ ടെറിട്ടോറിയൽ സീയുടെ മുകളിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, എയർപ്ലെയിൻ പറത്താനോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ഈ ഭാഗത്തൂടി വരുന്ന എന്താണ് ഷിപ്പുകളെ മറ്റുമൊക്കെ നമ്മുടെ പ്രയർ പെർമിഷൻ ഇല്ലാതെ കടന്നു വരുന്ന ഷിപ്പുകളെയൊക്കെ എന്താണ് പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള അവകാശം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഏത് കോസ്റ്റൽ സ്റ്റേറ്റ് ആണോ വരുന്നത് അവരുടെ കംപ്ലീറ്റ്ലി സോവറിനിറ്റിയും അതുപോലെ തന്നെ എന്താണ് ആ ടെറിട്ടോറിയൽ സീയുടെ ജൂറിസ്ഡിക്ഷനും എന്താണ് അവരുടെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും വരുന്നത്. ആ ഭാഗത്തോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയർ സ്പേസോ സോറി ഹലോ ഓക്കെ സോറി. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ് ടെറിട്ടോറിയൽ വാട്ടർ എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത്, നമ്മുടെ ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ് ജൂറിസ്ഡിക്ഷനും സോവറിനിറ്റിയും ഉള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത്. 12 നോട്ടിക്കൽ മൈൽ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. ഈ ഭാഗത്തൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രാജ്യത്തിന്റെ പ്രയർ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കപ്പൽ ഓടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് എയർ സ്പേസ് യൂസ് ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യില്ല, കഴിയില്ല. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കണ്ടിജിയസ് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിജിയസ് സോൺ എന്ന് പറയുന്നത്. ഏകദേശം ബേസ് ലൈനിൽ നിന്നും 24 നോട്ടിക്കൽ മൈൽ, ബേസ് ലൈനിൽ നിന്നും 24 നോട്ടിക്കൽ മൈൽ വരെ അകലമുള്ള എന്ന് പറയുമ്പോൾ ടെക്നിക്കലി എന്താണ്, ടെറിട്ടോറിയൽ സീ 12 നോട്ടിക്കൽ മൈൽ കഴിയുന്നു.
അവിടെ നിന്ന് പിന്നെ ഒരു 12 നോട്ടിക്കൽ മൈൽ. അതാണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ കണ്ടിന്യൂസ് സോൺ എന്ന് പറയുമ്പോൾ 12 നോട്ടിക്കൽ മൈലാണ് വരുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താണ്, ബേസ് ലൈനിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ എന്നായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നമ്മുടെ കണ്ടിന്യൂസ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ജൂറിസ്ഡിക്ഷനിൽ നിന്നൊക്കെ എന്താണ് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ നമ്മൾ അനുഭവിക്കുന്ന അത്രത്തോളം സോവർണിറ്റിയോ അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന അത്രത്തോളം റൈറ്റ്സോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ കണ്ടിന്യൂസ് സോണിൽ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ഈ സ്ഥലത്ത് ഈ കണ്ടിന്യൂസ് സോണിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് രാജ്യങ്ങളിലേക്ക് എന്താണ് നമ്മുടെ ഈ കണ്ടിന്യൂസ് സോണിന്റെ എയർ സ്പേസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കപ്പലുകൾ ഓടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാം എന്നുള്ളതല്ല. അവിടെ എന്താണ് കുറച്ചൊരു കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടിന്യൂസ് സോണിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ഇന്റേണൽ വാട്ടർ, അത് കംപ്ലീറ്റ്ലി എന്താണ് നമ്മുടെ ടെറിട്ടറിയാണ്, നമ്മുടെ നമ്മുടെ രാജ്യത്തിനകത്തിരിക്കുന്ന സ്ഥലമാണ് ഇന്റേണൽ വാട്ടർ എന്ന് പറയുന്നത്. ബേസ് ലൈനിൽ നിന്ന് അകത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ വാട്ടേഴ്സ് കാണുന്നത്. ഇനി ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത്. അവിടെ എന്താണ് നമ്മുടെ സോവർണിറ്റി ഉണ്ട്, അത് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ അകത്താണ് വരുന്നത്. ആ സ്പേസിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റൊരു രാജ്യത്തിന് കപ്പലോടിച്ചു വരാനോ പെർമിഷൻ ഇല്ലാതെ കപ്പലോടിക്കാനോ എയർ സ്പേസ് യൂസ് ചെയ്യാനൊന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ കഴിയില്ല. ബേസ് ലൈനിൽ നിന്നും 24 നോട്ടിക്കൽ മൈൽ അകലം വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് സോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ എന്താണ് ജൂറിസ്ഡിക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ സോവറിനിറ്റി ഒക്കെ എന്ത് ചെയ്തു, കുറഞ്ഞു. അവിടെ എന്ത് ചെയ്യാൻ കഴിയും, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എയർ സ്പേസ് യൂസ് ചെയ്യാൻ കഴിയും, കപ്പലുകൾ യൂസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എന്താണ് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് കരുതിയിട്ട് എന്താണ് അവിടെയും ചെറിയ കാര്യങ്ങളിൽ ചെറിയ റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിസർവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ വരെ, അല്ലെ, ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ വരെ കാണപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, ബേസ് ലൈനിൽ നിന്നും 200 കിലോമീറ്റർ വരെയുള്ള എന്താണ് ഭാഗത്തെയാണ് നമ്മൾ EEZ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഈ ഭാഗം എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റൈറ്റ്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ആകെ കിട്ടുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഭാഗത്തുള്ള എന്തെങ്കിലും മൈനിങ് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അവിടെ എന്തെങ്കിലും എക്സ്പ്ലോറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെയുള്ള എന്തെങ്കിലും റിസോഴ്സസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ വേറെ നമുക്ക് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ നമുക്ക് റൈറ്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ സെഡിൽ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ EEZ വഴി നമുക്ക് ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വഴി പോകുന്ന ഏതെങ്കിലും ഷിപ്പുകളെ തടയാനോ അവരെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന ഏതെങ്കിലും പ്ലെയിനുകളെ അല്ലെങ്കിൽ എയ്റോപ്ലെയിനുകളെ പിടിച്ചു വെക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യം അങ്ങനെയുള്ള ഒരു റൈറ്റ്സും എന്ത് ചെയ്യുന്നില്ല, ഈ EEZ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതിന് പുറമേ കാണുന്നതാണ് ഹൈ സീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പൺ സീസ് അല്ലെങ്കിൽ പുറംകടൽ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു റൈറ്റ്സും ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. നമ്മൾ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അൺക്ലോസ് അല്ലെ, 1982 ട്രീറ്റി അൺക്ലോസ് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി പ്രകാരം ഒരു സമുദ്രാതിർത്തി ഉള്ള ഒരു രാജ്യത്തിന് പ്രധാനമായിട്ട് അവരുടെ ആ അതിർത്തിയെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം വരുന്നതാണ് ഇന്റേണൽ വാട്ടർ, അത് ബേസ് ലൈനിന് മുന്നെയാണ്. ബേസ് ലൈനിന് ശേഷം 4 തിരിക്കുന്നു. ടെറിട്ടോറിയൽ വാട്ടർ ഉണ്ട്, അതിനുശേഷം കണ്ടിന്യൂസ് സോൺ ഉണ്ട്, അതിനുശേഷം EEZ ഉണ്ട്, അതിനുശേഷം ഹൈ സീസ് ഉണ്ട്. ഇതിൽ ടെറിട്ടോറിയൽ വാട്ടറിൽ നമ്മുടെ കംപ്ലീറ്റ് സോവർണിറ്റി ഉണ്ട്. അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റു രാജ്യങ്ങൾക്ക് പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ കണ്ടിന്യൂസ് സോണിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ജൂറിസ്ഡിക്ഷൻ കുറഞ്ഞു. അവിടെ എയർ സ്പേസ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ ആകെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോറേഷൻസ് അല്ലെ, എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂവൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റഡീസ് റിസർച്ച് വർക്കുകൾ കണ്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ EEZ എന്ത് ചെയ്യുന്നുള്ളൂ, അനുവദിക്കുന്നുള്ളൂ. അതൊരിക്കലും നമ്മുടെ ടെറിട്ടറി അല്ല അല്ലെ. EEZ എന്ന് പറയുന്നത് നമ്മുടെ ടെറിട്ടറി അല്ല. അവിടെ നാവിഗേഷൻ അല്ലെ, മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫ്രീ ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് കൊണ്ടുപോകാനും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ഈ EEZ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?
എന്താണ് ഈ അഞ്ച് എന്താ ടെറിട്ടറീസ് അല്ലെങ്കിൽ സോണുകൾ എന്നുള്ളത് ക്ലിയർ ആയോ? അൺക്ലോസ് എന്താണ്, അത് എന്താണ്, ഏത് വർഷം വന്നു, അവരുടെ ഇത് പ്രകാരം എത്ര സോണുകളായിട്ട് നമ്മുടെ സമുദ്ര അതിർത്തിയെ തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലോകത്തിലെ എന്താണ് മഹാസമുദ്രങ്ങളെ പറ്റി പറയാനാണ്. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് ഭൂമി ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഭൂമി ഉണ്ടായതിനു ശേഷം എന്താണ് ഉരുത്തിരിഞ്ഞു വന്ന ആദ്യത്തെ സമുദ്രം ഏതാണ്? ആദ്യത്തെ സമുദ്രം അല്ലെങ്കിൽ മദർ ഓഫ് ഓഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? മദർ ഓഫ് ഓഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? മദർ ഓഫ് ഓഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? മദർ ഓഫ് ഓഷൻ, ഏറ്റവും ആദ്യം ഉണ്ടായെന്ന് കരുതപ്പെടുന്ന മദർ ഓഫ് ഓഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ എന്താണ് ഒരു മഹാസമുദ്രം ആദ്യമുണ്ട്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് മറ്റ് സമുദ്രങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ ആ ഒരു മദർ ഓഫ് ഓഷൻസ് എന്നറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ഏതാണ്? യെസ്, പന്തലാസ. കറക്റ്റ്, പന്തലാസയാണ് അല്ലെ. അപ്പൊ നമ്മുടെ എന്താണ് ആദ്യം ഭൂമി ഉണ്ടായ സമയത്ത്, ഭൂമി ഉണ്ടായെന്നൊന്നും പറയുന്നില്ല കേട്ടോ, നമ്മളെന്താണ് ആദ്യം എന്താണ് എല്ലാ കോണ്ടിനെന്റ്സും കൂടി എന്താണ് ഒരുമിച്ച് ഒരു കോണ്ടിനെന്റ് ആയിരുന്നു. അതിന് ചുറ്റിപ്പറ്റി അല്ലെ, ആ ഒരു കോണ്ടിനെന്റിനെ ചുറ്റി എന്താണ് ഒരു സമുദ്രം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു കോണ്ടിനെന്റിനെ പറയുന്ന പേരാണ് എന്ത്? പാൻജിയ എന്ന് പറയുന്ന കോണ്ടിനെന്റും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന സമുദ്രമാണ് പന്തലാസ. അപ്പൊ പാൻജിയയും പന്തലാസയും, അപ്പൊ ആദ്യം ഉണ്ടായ മഹാസമുദ്രം എന്ന് പറയുന്നത് പന്തലാസയും ആദ്യം ഉണ്ടായിരുന്ന എല്ലാ കോണ്ടിനെന്റും കൂടെ ഒരുമിച്ചിരുന്ന ആ കോണ്ടിനെന്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഭൂകര അല്ലെങ്കിൽ വൻകരയെ പറയുന്ന പേരെന്താണ്? പാൻജിയ എന്നുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന 7 വൻകരകളും അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട 5 മഹാസമുദ്രങ്ങളും അല്ലെ, പ്രധാനപ്പെട്ട 5 മഹാസമുദ്രങ്ങളും ഉണ്ടായി. അപ്പൊ അതിന്റെ എന്താണ് വലിപ്പത്തിന്റെ കണക്കിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് പസഫിക് ഓഷൻ അല്ലെ, ഏറ്റവും വലുതാണ് പസഫിക് ഓഷൻ എന്ന് പറയുന്നത്. അതിന് രണ്ടാമതായി അല്ലെ, വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഓഷനാണ് അറ്റ്ലാന്റിക് ഓഷൻ. വലിപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ള ഓഷനാണ് ഇന്ത്യൻ ഓഷൻ. നമ്മുടെ ഇന്ത്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അല്ലെ, ഇന്ത്യയുടെ ചുറ്റും അല്ലെ 3 ചുറ്റും കിടക്കുന്നതാണ് ഏത്? ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത്. 4ാമതായി വരുന്നതാണ് അന്റാർട്ടിക് ഓഷൻ അല്ലെങ്കിൽ സതേൺ ഓഷൻ. അന്റാർട്ടിക് ഓഷൻ അല്ലെങ്കിൽ സതേൺ ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ ഈ അന്റാർട്ടിക് ഓഷന്റെ മറ്റൊരു പേരാണ് സതേൺ ഓഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ചെറുതാണ് ഏത്? ആർട്ടിക് ഓഷൻ. ഏറ്റവും ചെറുതാണ് ആർട്ടിക് ഓഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 5 മഹാസമുദ്രങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് കാണുന്നത്. പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, അന്റാർട്ടിക് അല്ലെങ്കിൽ സതേൺ ഓഷൻ, അതിനുശേഷം ആർട്ടിക് ഓഷൻ. ഇത്രയുമാണ് എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 ഓഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്താണ് ഓരോ ഓഷൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് പസഫിക് ഓഷൻ. മലയാളത്തിൽ എന്താണ് പറയുന്നത്? ആദ്യത്തേത്. അപ്പൊ തെത്തിസ് അതിന് ശേഷം ഉണ്ടായതാണ് കേട്ടോ. തെത്തിസ് പന്തലാസയ്ക്ക് ശേഷം വന്നതാണ്. ഈ എന്താണ് പാൻജിയ എന്ന് പറയുന്ന കോണ്ടിനെന്റ് എന്താണ് 2ആയിട്ട് ബ്രേക്ക് ചെയ്തു. നോർത്തിൽ ലൗറേഷ്യ എന്ന് പറയുന്ന ഒരു ലാൻഡ് മാസുമായി സൗത്തിലേക്ക് വന്നപ്പോൾ എന്താണ് തെക്ക് ഭാഗത്ത് ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന എന്താണ് ഒരു കോണ്ടിനെന്റും എന്ത് ചെയ്തു? പാൻജിയ പിളർന്ന് 2ആയിട്ട് പൊട്ടിമാറി. മുകളിൽ ലൗറേഷ്യയും താഴെ എന്താണ് നമ്മുടെ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലവും വന്നു. അപ്പൊ ഇതിനിടയിൽ എന്താണ് ഒരു നാരോ സ്ട്രിപ്പ് പോലെ എന്താണ് ഒരു ഓഷൻ ഉണ്ടായിരുന്നു. ആ ഓഷനെ പറയുന്ന പേരാണ് ഇത് തെത്തിസ് എന്ന് പറയുന്നത്. പിന്നെ ലേറ്റർ സ്റ്റേജിൽ എന്താണ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? അന്റാർട്ടിക്കയിൽ നിന്ന് എന്താണ് വിട്ടുമാറി. അത് ആദ്യം അന്റാർട്ടിക്കയാണ് വരുന്നത്. അവിടെ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വന്ന സമയത്ത് ഇതിന്റെ ഇടയിലുള്ള ആ ഓഷന്റെ പേര് പറയുമ്പോഴും നമ്മൾ എന്താണ് തെത്തിസ് ഓഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. തെത്തിസ് സീ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ തെത്തിസ് എന്താണ് പന്തലാസയ്ക്ക് ശേഷം ഉണ്ടായ ആൾക്കാരാണ് തെത്തിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട ഓഷൻസിനെ പറ്റി അല്ലെ. പ്രധാനപ്പെട്ട ഓഷൻസിനെ പറ്റിയാണ്. ഏറ്റവും വലിയ ഓഷനാണ് ഏത്? പസഫിക് ഓഷൻ എന്ന് പറയുന്നത് ശാന്തസമുദ്രം. ആരാണ് ഈ പേര് നൽകിയത്? പസഫിക് ഓഷന് ശാന്തസമുദ്രം എന്ന് പേര് നൽകിയത്
ഫെർഡിനൻഡ് മഗല്ലൻ അല്ലെ, മഗല്ലൻ 1521 എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഈ സമുദ്രത്തെ ശാന്തസമുദ്രം എന്ന് പറയുന്നത് എന്താണ്, തിരമാലകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും, വലിയ എന്താണ് വേവ് ആക്ഷൻസ് ഒന്നും ചിലപ്പോൾ കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത് പസഫിക് ഓഷന് ശാന്തസമുദ്രം എന്ന പേര് നൽകിയത്. അപ്പൊ ആരാണ് കൊടുത്തത്, ഫെർഡിനൻഡ് മഗല്ലൻ ആണ്. 1521 എന്ത് ചെയ്യുന്നത് ഈ ഒരു പേര് കിട്ടുന്നത്. ഇനി ശാന്തസമുദ്രം അല്ലെങ്കിൽ നമ്മുടെ പസഫിക് ഓഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകൾ എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം, അതുപോലെ തന്നെ ലോകത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന എന്താണ് നമ്മുടെ സമുദ്രം ഏത് തന്നെയാണ്, പസഫിക് സമുദ്രം തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നു, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും വലുതാണ്. ഇനി എന്താണ് പസഫിക് ഓഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ കാണപ്പെടുന്നതാണ്. എന്താണ് നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പസഫിക് ഓഷൻ എപ്പോഴും എന്താണ് മുറിഞ്ഞു പോകും അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഭാഗത്ത് എന്താണ് നമുക്കറിയാം അല്ലെ, ഈ ഒരു ഫിഗറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് എന്താണ് ബെറിംഗ് സ്ട്രേറ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് പസഫിക് ഓഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിന് ട്രയാങ്കുലാർ ഷേപ്പ് എന്നതിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ ഇത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വരയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ ഷേപ്പാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്ന ഐലൻഡ്സ് കാണുന്നുണ്ട്. ഇനി എന്താണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാലോ, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, പസഫിക് ഓഷൻ എന്ന് പറയുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓഷനാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഈ പസഫിക് ഓഷന്റെ ചുറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന എന്ത് ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങൾ വോൾക്കാനിക്കലി അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ അല്ലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി കാണപ്പെടുന്ന ഒരു സോൺ എന്ന് പറയുന്നത് എന്താണ്, ഈ പസഫിക് ഓഷന് ചുറ്റുമുള്ള ഈ ഒരു മേഖലയാണ് അല്ലെ, റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെ, ഈ ഒരു പസഫിക് പ്ലേറ്റ് എന്ത് ചെയ്യാണ് ആക്റ്റീവാണ് ടെക്ടോണിക്കലി, അല്ലെങ്കിൽ എന്താണ് ഇത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സബ്ഡക്ഷൻസ് ഒരുപാടധികം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് അപ്പൊ പസഫിക് പ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്ലേറ്റ് സബ്ഡക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, ആ ഏഷ്യ എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്യണം, ഇങ്ങനെ എന്താണ് ചുരുങ്ങി ഒത്തിരി നാൾ കഴിയുമ്പോൾ എന്താണ് ഈ പസഫിക് ഓഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഏഷ്യയും നോർത്ത് അമേരിക്കയൊക്കെ എന്ത് ചെയ്യും അടുത്തടുത്ത് വന്നിരിക്കും. ഏഷ്യയും നോർത്ത് അമേരിക്കയൊക്കെ എന്ത് ചെയ്യും അടുത്തടുത്ത് വന്നിരിക്കും. അങ്ങനെ ചൈനയും അമേരിക്കയൊക്കെ എന്താണ് അയൽക്കാരാവും. പിന്നെ നമുക്ക് കാനഡയിലേക്ക് പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലെ, പസഫിക് ഓഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാനഡയിലോട്ട് എന്താണ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കില്ല. അവർക്ക് കുറച്ചും കൂടെ എന്താണ് അടുത്തായല്ലേ, പ്രോക്സിമലായി, ഇന്ത്യയിൽ നിന്ന് കുറച്ചുകൂടെ എന്താണ് പ്രോക്സിമൽ. ഞാൻ പറയുന്നത് എന്താണ് ഈ ഒരു നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ത് ചെയ്യും, ഇത് ഷ്രിങ്ക് ചെയ്ത് എന്ത് ചെയ്യും ഇവിടെ വന്ന് ഇങ്ങനെ ഒട്ടിയിരിക്കും അല്ലെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും പറ്റും. ഇത് പറയുന്നത് എന്താണ് 10 വർഷമോ 15 വർഷമോ എന്നല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ കണക്കാണ് പറയുന്നത്. ഇപ്പോൾ 1000 വർഷം പോലും അല്ല, അല്ലെങ്കിൽ 10,000 വർഷം പോലും അല്ല, അത്രയും മില്യൺ വർഷം എടുത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ നടക്കുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പസഫിക് സമുദ്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് എന്ത്, ഈ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പസഫിക് ഓഷനിൽ കാണുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്, ഹവായി അല്ലേ, ഹവായ് ദ്വീപ്, അതുപോലെ തന്നെ ന്യൂഗിനിയ, പാപ്പുവ ന്യൂഗിനിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ എന്താണ് സോളമൻ ഐലൻഡ്, ഈസ്റ്റർ ഐലൻഡ്സ്, റോബിൻസൺ ഐലൻഡ്സ്, ഗാലപ്പഗോസ് അല്ലെ. ഗാലപ്പഗോസ് എന്ന് പറയുന്നതാണ് എവല്യൂഷൻ അല്ലെ, നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിന് എന്താണ് ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്നാണ് അല്ലെ. എന്താണ് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ പരീക്ഷണങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത് നടന്നിട്ടുള്ളത്. ഗാലപ്പഗോസ് ഐലൻഡ് ഏത് രാജ്യത്തിന്റെ കീഴിലാണ് വരുന്നത്, ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ കീഴിലാണ് വരുന്നത്, ഏത് രാജ്യത്തിന്റെ കീഴിലാണ് വരുന്നത് ഗാലപ്പഗോസ് ഐലൻഡ്സ്, ഏത് രാജ്യത്തിന്റെ കീഴിലാണ്? യെസ്, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ എന്താണ്, എർത്തിന്റെ ഏരിയ എങ്ങനെ കുറയും. അപ്പോൾ നമ്മൾ എന്താണ് പസഫിക് ഓഷനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലേ.
ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് ഒരാൾ എന്താണ് വളർന്നുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. നമ്മുടെ എന്താണ് അറ്റ്ലാന്റിക് ഓഷൻ എന്താണ്, അതെന്ത് ചെയ്യാണ്, അവിടെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പറഞ്ഞില്ലേ. അത് എന്താണ് പറഞ്ഞിട്ടില്ല, നമ്മൾ എന്ത് ഇനി പറയും. അപ്പൊ എന്താണ് പസഫിക് ഓഷൻ ചുരുങ്ങുന്നതിനോടൊപ്പം അറ്റ്ലാന്റിക് ഓഷൻ വളർന്നുകൊണ്ടും ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെ എർത്തിന്റെ ഏരിയ കുറയും? എർത്തിന്റെ ഏരിയ അങ്ങനെ തന്നെ നിലനിൽക്കും. എർത്തിന്റെ ഏരിയ അങ്ങനെ കുറയ്ക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പം ഇവിടെ എന്താ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഷ്രിങ്കിങ് നടക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ എന്താണ് പ്ലേറ്റുകൾ തമ്മിൽ ഇടിച്ച് എന്ത് ചെയ്യാണ്, ഷ്രിങ്കിങ് നടക്കുന്നു. അതേസമയം എന്താണ് നമ്മുടെ ഈ അറ്റ്ലാന്റിക് അറിയാലോ, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് അറിയാലോ, MOR, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, ഇതിൽ കൂടെ എന്ത് ചെയ്യാണ്, ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലാന്റിക് ഓഷൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ചുരുങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അറ്റ്ലാന്റിക് ഓഷൻ വികസിക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യും, ഭൂമി ചുരുങ്ങൂല, ഭൂമി ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ എന്താണ് ഓഷൻസ് എന്ത് ചെയ്യും, പസഫിക് ഓഷൻ കുറേ നാൾ കഴിയുമ്പോൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, പസഫിക് ഓഷൻ കാണാണ്ടാവും, അറ്റ്ലാന്റിക് ഓഷൻ വലുതാവുകയും ചെയ്യും. അതേ നടക്കുകയുള്ളൂ. ഇനി നമ്മുടെ ചോദിച്ചത് എന്താണ്, നമ്മുടെ എന്താണ് ഗാലപ്പഗോസ് ഐലൻഡ്, ഇക്വഡോർ ആണ് കേട്ടോ, ഇക്വഡോർ ആണ്. ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്നത് ഇക്വഡോർ ആണ് കേട്ടോ. നമ്മുടെ ഡാർവിൻ എന്താണ് അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് പരീക്ഷണങ്ങൾ നടത്തിയ ഐലൻഡ് ആണെന്ന് പറയുന്നത് ഏത്, ഗാലപ്പഗോസ് എന്ന് പറയുന്നത്. അത് ഇക്വഡോറിന്റെ കീഴിലാണ്, സൗത്ത് അമേരിക്ക അല്ലെ, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ വരുന്ന ഇക്വഡോറിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അത് പസഫിക് ഓഷന്റെ ഭാഗമായി വരുന്ന ഒരു സ്ഥലമാണ്. പസഫിക് ഓഷന്റെ ഭാഗമായി. ഗ്ലോബൽ വാർമിംഗ് അല്ലേ, അപ്പോൾ വാട്ടർ ഏരിയ കൂടില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഗ്ലോബൽ വാർമിംഗ് ആണ്, അപ്പോൾ വാട്ടർ ഏരിയ കൂടേണ്ടതാണ്. പിന്നെ ഈ നമ്മുടെ കംപ്ലീറ്റ് ഐസ് ക്യാപ്സും ഒക്കെ മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒബ്വിയസ്ലി എന്ത് ചെയ്യും, വാട്ടറിന്റെ ഏരിയ കൂടും. ഇപ്പൊ എന്താ മാൽദീവ്സിന്റെ കാര്യം തന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ എന്താണ് നമുക്കറിയാല്ലേ, ആദ്യമായിട്ട് കടലിനടിയിൽ വെച്ച് മന്ത്രിസഭാ യോഗം കൂടിയ രാജ്യം എന്ന് പറയുന്ന മാൽദീവ്സ് ആണ്. അപ്പൊ അവരെന്താണ് അത് കാണിച്ചത്, ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ത്രെട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഈ മാൽദീവ്സ് എന്ന് പറയുന്നത്. ഏകദേശം എന്താണ് കണക്കുകൾ പ്രകാരം എന്താണ് ഒരു 2050 കഴിയുമ്പോഴത്തേക്കും മാലദ്വീപിന്റെ പകുതി ഭാഗം എന്ത് ചെയ്യും, മുങ്ങിപ്പോകും എന്ന് പറയുന്ന, അല്ലെ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഏറ്റവും എന്താണ് രൂക്ഷ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഏത്, ഈ മാൽദീവ്സ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, വാട്ടറിന്റെ ഏരിയ കൂടേണ്ടതാണ്. ഓക്കെ, നമ്മുടെ പോർഷൻസിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഐലൻഡ്സ് പറഞ്ഞപ്പോൾ ഹവായി പറഞ്ഞു, ന്യൂഗിനി അല്ലെ, ന്യൂഗിനിയുടെ പ്രത്യേകത എന്താണ്, ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡ് ആണ് അല്ലെ, അതുപോലെ തന്നെ പസഫിക് ഓഷനിലെ ഏറ്റവും വലിയതുമാണ്. ന്യൂഗിനിയ എന്ന് പറയുന്നത് പസഫിക് ഓഷനിലെ ഏറ്റവും വലിയ ഐലൻഡുമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് ഗ്രീൻലാൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐലൻഡ് എന്ന് പറയുന്നത് ന്യൂഗിനിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഐലൻഡ് ഏതാണ്, ബോർണിയാണ് കേട്ടോ. ബോർണിയാണ് മൂന്നാമത്തെ ഐലൻഡ് എന്ന് പറയുന്നത്. നാലാമത്തെ ഐലൻഡ് എന്ന് പറയുന്നത് മഡഗാസ്കർ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഹവായി, ന്യൂഗിനിയ, സോളമൻ ഐലൻഡ്സ്, റോബിൻസൺ ഐലൻഡ്സ്, ഗാലപ്പഗോസ് ഐലൻഡ്സ്, ഈസ്റ്റർ ഐലൻഡ്സ്, അങ്ങനെ ഒത്തിരി അധികം ഐലൻഡ്സ് ഉള്ള 100 കണക്കിന് ഐലൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പസഫിക് ഓഷനിൽ കാണുന്നത്. ഇനി നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്, ഓസ്ട്രേലിയയിൽ ഒരു ഗ്രേറ്റ് ബാരിയർ റീഫ് ഉള്ളതായിട്ട് അറിയാമോ? എന്താണ്, നമുക്ക് അറിയാലേ, പവിഴപ്പുറ്റ് അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റായിട്ടുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ് കാണുന്ന ഓസ്ട്രേലിയയുടെ കിഴക്ക് ഭാഗത്തായിട്ട് അല്ലെ, ഈസ്റ്റേൺ സൈഡില് ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോവിൻസുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റ് ബാരിയർ റീഫ് കാണുന്നത്. ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പസഫിക് ഓഷനിൽ കാണപ്പെടുന്ന ഒരു പവിഴപ്പുറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പസഫിക് ഓഷനിലെ ഏറ്റവും ഡെപ്ത് കൂടിയ, ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്, ചലഞ്ചർ ഡീപ്പ് അല്ലെ. ചലഞ്ചർ ഡീപ്പ് നമുക്കറിയാം, മരിയാന ട്രെഞ്ചിനുള്ള ചലഞ്ചർ ഡീപ്പ് അല്ലെ. നമുക്ക് ഒരു ഹോളിവുഡ് സംവിധായകൻ ഈ മരിയാന ട്രെഞ്ചിലേക്ക് അല്ലെങ്കിൽ ചലഞ്ചർ ഡീപ്പിലേക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? ജെയിംസ് കാമറൂൺ ഈ മരിയാന ട്രെഞ്ചിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല, അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി നമ്മുടെ പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഏഷ്യയെയും അതുപോലെ
അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയും, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ USA അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന, USA അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന സ്ട്രെയിറ്റ് ആണല്ലേ, സ്ട്രെയിറ്റ് ആണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ബെറിംഗ് സ്ട്രെയിറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്ന എന്താണ് നമ്മുടെ പസഫിക് ഓഷന്റെ ഏറ്റവും നോർത്ത് ആയിട്ടുള്ള അതിന്റെ എന്താണ് എഡ്ജാണ്, അല്ലെങ്കിൽ നോർത്തേൺ ആയിട്ടുള്ള ഏറ്റവും മുകളിലത്തെ അതിന്റെ അതിർത്തിയാണ് എന്ത് പറയുന്നത്, ഈ ബെറിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ബെറിംഗ് സ്ട്രീറ്റിന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ആർട്ടിക് ഓഷനായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രേക്ക് പാസേജിന്റെ പ്രത്യേകത എന്താണ്, പസഫിക് ഓഷനെയും അതുപോലെ തന്നെ എന്താണ് അറ്റ്ലാന്റിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പാസേജ് ആണ് ഏത്, ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആ സൗത്ത് അമേരിക്ക ഉണ്ടല്ലോ, ആ സൗത്ത് അമേരിക്ക ആ കോണ്ടിനെന്റ് വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് അന്റാർട്ടിക്കയ്ക്കും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലായിട്ട് കാണുന്ന, ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തായിട്ടുള്ള പാസേജിനെയാണ് എന്ത് പറയുന്നത്, ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. ഈ ഒരു പാസേജിനെയാണ് നമുക്കറിയാം അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് എന്താണ്, അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കനാലാണ് ഏത്, പനാമ കനാൽ എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഏത്, ഈ പനാമ കനാൽ എന്ന് പറയുന്നത്. 1914 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൃത്രിമ കപ്പലിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പനാമ കനാല് നിർമ്മിക്കുന്നത്. ഈ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപ്പൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പസഫിക് ഓഷന്റെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും സദേൺ ആയിട്ടുള്ള ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ, റോസിയാണ് കേട്ടോ. റോസിയാണ് ഏറ്റവും സദേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സദേൺ ഓഷൻ ഉണ്ട്, നമ്മുടെ ആർട്ടിക് ഓഷൻ ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു കുഞ്ഞു സീ ആണ് റോസി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മുടെ പസഫിക് ഓഷന്റെ എന്ത് അതിർത്തിയായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ സദേൺ അതിർത്തിയായിട്ട് കാണിക്കുന്നത് ഈ ഒരു റോസിയാണ്. ഇനി നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ഇന്തോനേഷ്യയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ പാസേജ് ഉണ്ട്. എന്താണ്, മലാക്ക സ്ട്രൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സ്ട്രൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്തോനേഷ്യയുടെ ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ ഓഷൻ റീജിയനെയും അതുപോലെ തന്നെ എന്താണ് സൗത്ത് ചൈന സീ, ഇന്ത്യൻ ഓഷനെയും സൗത്ത് ചൈന സീയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. നമുക്കറിയാലേ, സൗത്ത് ചൈന എന്ന് പറയുന്നത് പസഫിക് ഓഷന്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ പസഫിക് ഓഷന്റെ ഒരു ചെറിയ ഓഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ടെക്നിക്കലി അപ്പൊ എന്താണ്, മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ഓഷനെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പസഫിക് ഓഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ് സ്ട്രൈറ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പസഫിക് ഓഷൻ ട്രയാങ്കിൾ ഷേപ്പാണ്, അല്ലെങ്കിൽ എന്താണ്, ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. പേര് നൽകിയത് മഗല്ലനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എന്താണ് സമുദ്രമാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന എന്താണ് സമുദ്രമാണ്. അതുപോലെ തന്നെ ഷ്രിങ്കിങ് ആണ്, അതെന്ത് ചെയ്യാണ്, ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഓഷനാണ് ഏത്, പസഫിക് ഓഷൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഐലൻഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹവായി ഉണ്ട്, ന്യൂഗിനിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഒരു ഐലൻഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് റോബിൻസൺ, ഗാലപ്പഗോസ്, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഐലൻഡ്സ് ആണ്. ഇനി നമ്മുടെ പസഫിക് ഓഷന്റെ ഏറ്റവും നോർത്തേൺ ബൗണ്ടറി അല്ലെങ്കിൽ ഏറ്റവും വടക്കുവശത്തുള്ള ബൗണ്ടറി എന്ന് പറയുന്നത് ബെറിംഗ് സ്ട്രൈറ്റ് ആണ്. ബെറിംഗ് സ്ട്രൈറ്റ് ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ആർട്ടിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന എന്താണ് ഓഷനാണ് അല്ലെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഓഷനാണ് ഇത് പസഫിക് ഓഷൻ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഏറ്റവും കൂടുതൽ ഭാഗവും കടന്നു പോകുന്ന എവിടെയാണ്, പസഫിക് ഓഷനിലൂടെയാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ബാരിയർ റീഫ് അല്ലെ, ഓസ്ട്രേലിയയിലുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പസഫിക് ഓഷന്റെ ഭാഗമായിട്ട് വരുന്നു. അതുപോലെ തന്നെ മെരിയാന ട്രെഞ്ചും ചലഞ്ചർ ഡീപ്പും എന്താണ് നമ്മുടെ പസഫിക് ഓഷന്റെ ഭാഗമാണ്. ഇനി പസഫിക് ഓഷനെയും അറ്റ്ലാന്റിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരാണ്, നാച്ചുറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രേക്ക് പാസേജും, ആർട്ടിഫിഷ്യൽ ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ പനാമ കനാലും ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഓഷനെയും നമ്മുടെ പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരാണ്, മലാക്ക സ്ട്രൈറ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന
സമുദ്രം ഏത് തന്നെയാണ്? നമ്മുടെ പസഫിക് ഓഷൻ ആണ്. പസഫിക് ഓഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? പസഫിക് ഓഷനെ പറ്റി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സോളമൻ ഐലൻഡ്സ് ഓസ്ട്രേലിയയുടെ ഭാഗമല്ല കേട്ടോ, അതൊരു പ്രത്യേക കൺട്രിയാണ്. അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നേഷൻ ആണ് കേട്ടോ. സോളമൻ ഐലൻഡ്സ് ഓസ്ട്രേലിയയുടെ ഭാഗമല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്ത് നോക്കാൻ പോകുന്ന ഏതാണ്? ആർട്ടിക് അല്ലെ? അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അറ്റ്ലാന്റിക് ഓഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ. അറ്റ്ലാന്റിക് ഓഷൻ നമുക്കറിയാലേ, എസിന്റെ ആകൃതിയിൽ അല്ലെ, വളഞ്ഞു പൊളഞ്ഞ് എസിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഓഷനാണ് ഏത്? നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എസിന്റെ ആകൃതിയിൽ അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കോ, കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ വരികയല്ലേ, അപ്പൊ ഇവിടെ ഇങ്ങനെ വരുന്നു, അതിനുശേഷം നമ്മൾ താഴേക്ക് വരുന്നു. അങ്ങനെ എസിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഓഷനാണ് ഏത്? അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഇവിടെ എന്താണ്? വികസിച്ചുകൊണ്ടിരിക്കുന്ന. പസഫിക് ഓഷൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് ഓഷൻ എന്ത് ചെയ്യാണ്? വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഷനാണ് ഏത്? അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സമുദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കപ്പൽ ഗതാഗതം നടക്കുന്ന എന്താണ്? സമുദ്രവും ഏത് തന്നെയാണ്? നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഏറ്റവും കൂടുതൽ കപ്പൽ ഗതാഗതം നടക്കുന്ന എന്താണ്? മഹാസമുദ്രം ഏത് തന്നെയാണ്? അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഏറ്റവും ആദ്യമായിട്ട് എന്താണ്? കപ്പൽ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത്, അതുപോലെ തന്നെ എന്താണ്? എയ്റോപ്ലെയിൻ അല്ലെ, ഫ്ലൈറ്റ് ക്രോസ് ചെയ്തൊക്കെ ചെയ്ത എന്താണ്? മഹാസമുദ്രം ഏത് തന്നെയാണ്? നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് വിമാനവും കപ്പലും ഒക്കെ കടന്നുപോയ അല്ലെങ്കിൽ മുകളിൽ കൂടെ നിന്ന് പാസ് ചെയ്തു പോയ എന്താണ്? മഹാസമുദ്രവും അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഇനി ഈ അറ്റ്ലാന്റിക് ഓഷനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരെന്താണ്? ചാളക്കടൽ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അറ്റ്ലാന്റിക് ഓഷനെ വിശേഷിപ്പിക്കുന്നത് ചാളക്കടൽ എന്നാണ്. അതുപോലെ തന്നെ എന്താണ്? ലവണത്വം ഏറ്റവും കൂടിയിട്ടുള്ള മഹാസമുദ്രം, ലവണത്വം അല്ലെങ്കിൽ എന്താണ്? സലൈനിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള മഹാസമുദ്രമാണ് ഏത്? മഹാസമുദ്രമാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്താണ്? ലവണത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? മിക്സ് ആയിട്ടുള്ള സാൾട്ടുകൾ, ലവണങ്ങളെയാണ് നമ്മൾ ലവണത്വം എന്ന് പറയുന്നത്. ഇനി ലവണത്വത്തിന്റെ എന്താണ്? യൂണിറ്റ് എന്താണ്? പാർട്സ് പെർ 1000 ആണ് കേട്ടോ. പാർട്സ് പെർ 1000 ആണ്. അതായത് നമ്മൾ 1000 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഗ്രാം എന്താണ്? ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു, ലവണങ്ങൾ കാണുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ലവണത്വം എന്ന് പറയുന്നത് എന്താണ്? 1000 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഗ്രാം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലവണത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ 1000 ഗ്രാമിൽ എത്ര ഗ്രാം എന്നുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ആണ് പാർട്സ് പെർ 1000, PPT. പാർട്സ് പെർ 1000 ആണ് എന്ത്? നമ്മുടെ ലവണത്വത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി പാർട്സ് പെർ മില്യൺ പറയുമ്പോഴോ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെയും മറ്റും അല്ലെ, അതിന്റെയൊക്കെ അളവിനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ, PPM എന്നുള്ള കണക്കിൽ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ലവണത്വം ഏറ്റവും കൂടിയ മഹാസമുദ്രമാണ് ഇത് അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലവണത്വത്തിന്റെ കേസ് പറയുമ്പോൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അതിനുശേഷം രണ്ടാമതായി കാണപ്പെടുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. രണ്ടാമതായി കാണപ്പെടുന്നത്. ഇനി ജനറലി നമ്മൾ ലവണങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അല്ലെ എലമെന്റുകൾ, ഇതിപ്പോ എന്താണ്? നമ്മൾ സംയുക്തങ്ങളെ പറ്റിയാണല്ലേ പറഞ്ഞത്. ഇനി സംയുക്തങ്ങളല്ലാതെ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ എലമെന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ക്ലോറിൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ക്ലോറിൻ ആണ്. അതിനുശേഷം സോഡിയം വരും, അതിനുശേഷം സൾഫേറ്റ് വരും, അതിനുശേഷം എന്താണ്? മെഗ്നീഷ്യം വരും. അപ്പൊ ക്ലോറിൻ, സോഡിയം, അതുപോലെ സൾഫേറ്റ്, മെഗ്നീഷ്യം. സൾഫേറ്റ് ശരിക്കും പറഞ്ഞാൽ SO4 എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ
ക്ലോറിൻ, അത് കഴിഞ്ഞ് സോഡിയം, അതിനുശേഷം എന്താണ് മെഗ്നീഷ്യം, അതിനുശേഷം കാൽഷ്യം, പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ക്ലോറിൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതിനെ ഒരു സംയുക്തമാക്കി പറയുകയാണെങ്കിൽ അതാണ് സോഡിയം ക്ലോറൈഡ് ആണ്. ഒരു സംയുക്തമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആയിട്ട് പറയാം നമുക്ക്. ഇനി എന്താണ്, നമുക്കറിയാലോ ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് ആയിട്ടുള്ള ഗ്രീൻലാൻഡ് അല്ലേ. ഗ്രീൻലാൻഡ് എന്താണ്, നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിലാണ് കാണുന്നത്. അപ്പൊ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനാണ്. അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും തിരക്കേറിയ കപ്പൽ ഗതാഗതമുള്ള, നമുക്കറിയാം യൂറോപ്പ്, അതുപോലെ തന്നെ ഒരു സൈഡിൽ യൂറോപ്പ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ വടക്കേ അമേരിക്ക ഉണ്ട് അല്ലെ. ഒരു സൈഡിൽ യൂറോപ്പ്, അപ്പുറത്തെ സൈഡിൽ എന്താണ് വടക്കേ അമേരിക്ക. അതിൽ പ്രധാനപ്പെട്ട എന്താണ് നമ്മുടെ US ഉണ്ട്, അതുപോലെ തന്നെ കാനഡ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എന്താണ് എല്ലാം വികസിത രാജ്യങ്ങളാണ് അല്ലെ. ഇപ്പൊ US എടുത്തു കഴിഞ്ഞാലും കാനഡ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ യൂറോപ്പിന്റെ മിക്കവാറും കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം വികസിത രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ചരക്ക് ഗതാഗതം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ കപ്പൽ ഗതാഗതം നടക്കുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനാണ്. ഇനി ഏറ്റവും ആഴം കൂടിയ ഗർത്തം എന്ന് പറയുന്നത് അല്ലെ, അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം എന്ന് പറയുന്നത് എന്താണ്, പ്യൂട്ടോറിക്ക ഗർത്തമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സീ ഉണ്ട്. അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സീ എന്ന് പറയുന്നത് സർഗാസോ സീ ആണ്. ഈ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സീ ആണ് ഏത്, സർഗാസോ സീ എന്ന് പറയുന്നത്. സർഗാസോ സീയുടെ പ്രത്യേകത എന്താണ്, ഈ സർഗാസോ എന്ന് പറയുന്ന ഒരുതരം ആൽഗയാണ് കേട്ടോ, ഒരുതരം ആൽഗയാണ് ഈ സർഗാസോ എന്ന് പറയുന്നത്. കരഭാഗം ഒന്നുമില്ലാത്ത അതായത് അറ്റ്ലാന്റിക് ഓഷന് നമ്മൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു ചുനിപ്പുണ്ടല്ലോ, ഈ ഒരു ചുനിപ്പ് ഇവിടെ കണ്ടോ, ഈ ഒരു മെക്സിക്കോ, അമേരിക്ക കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് മെക്സിക്കോ വരെയല്ലേ ഈ ഒരു അതിർത്തി ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സർഗാസോ സീ കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്താണ് സർഗാസോ സീ കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് കരകളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, കരയൊന്നും ഈ സർഗാസോ സീയിൽ എന്ത് ചെയ്യുന്നില്ല, ചുറ്റുമായിട്ട് കാണപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സർഗാസോ സീയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കരയൊന്നും ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് സർഗാസോ സീയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സർഗാസോ എന്ന് പറയുന്നത് എന്താണ് ഒരുതരം ആൽഗയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ സർഗാസോ സീനെ അറിയപ്പെടുന്ന എന്താ പറയുന്നത് കപ്പലുകളുടെ ശ്മശാനം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ സർഗാസോ സീനെ അറിയപ്പെടുന്നത്. ഇനി പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് ഓഷനിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റു പോയിന്റ്സ് എന്തൊക്കെയാണ്, ബെർമുഡ ട്രയാങ്കിൾ അല്ലെ, ബെർമുഡ ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നമുക്കറിയാലേ ഈ അതിൽ കൂടെ പോകുന്ന എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല, അതിൽ കൂടെ എന്താണ് കപ്പലുകൾക്ക് എന്താണ് പോകുമ്പോൾ അത്രയും ഗ്രാവിറ്റി കൂടുതലായിട്ട് പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് അതിൽ കൂടെ പോകുമ്പോഴത്തേക്ക് പ്ലെയിനുകൾ മിസ്സാകുന്നു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ബെർമുഡ ട്രയാങ്കിൾ ഇത് കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിൽ കാണപ്പെടുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും എന്താണ് നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോഴേക്കും എന്താണ് അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ ആഡംബര കപ്പലായിട്ടുള്ള എന്താ നമ്മുടെ ടൈറ്റാനിക് അല്ലെ, ടൈറ്റാനിക് മുങ്ങിപ്പോയത് എവിടെയാണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എന്നാണ് 1912 അല്ലെ, 1912 ഏപ്രിൽ 14 എന്ത് ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ടൈറ്റാനിക് മുങ്ങിപ്പോകുന്നത്. അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പലായിട്ടുള്ള ടൈറ്റാനിക് ദുരന്തം നടക്കുന്നത് എന്താണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിലാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഈ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് അല്ലെ, ഈ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് എന്ത് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് ഓഷനെയും മധ്യധരണ്യാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് ഏത് ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് അറ്റ്ലാന്റിക് ഓഷനെയും മധ്യധരണ്യാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അത് ഏതൊക്കെയാണ്, ആഫ്രിക്കയിലെ മൊറോക്കോയെയും അതുപോലെ തന്നെ യൂറോപ്പിനെയും തമ്മിൽ എന്ത് ചെയ്യുന്ന വേർതിരിക്കുന്ന സ്ട്രെയിറ്റും ആണ് ഏത് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ അറ്റ്ലാന്റിക് ഓഷനെ പറ്റി ക്ലിയർ ആയോ? ഓക്കെ ആണോ? അറ്റ്ലാന്റിക് ഓഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെ, ഇന്ത്യൻ മഹാസമുദ്രം നമ്മുടെ സ്വന്തം സമുദ്രം അല്ലെ, നമ്മുടെ എന്താണ് ഇന്ത്യയിൽ ചുറ്റല്ലേ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന
ഏക സമുദ്രമാണ് അല്ലെ, ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഏത്, നമ്മുടെ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇന്ത്യയുടെ 3 ഭാഗവും കവർ ചെയ്യുന്ന ആര് തന്നെയാണ്, ഇന്ത്യൻ ഓഷൻ തന്നെയാണ് അല്ലെ. ഇന്ത്യൻ ഓഷൻ തന്നെയാണ് ഇന്ത്യയുടെ 3 ഭാഗവും എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഏറ്റവും താപം കൂടിയ അല്ലെങ്കിൽ ഉഷ്ണം കൂടിയ സമുദ്രം ഏത് തന്നെയാണ്, ഇന്ത്യൻ ഓഷൻ ആണ്. ഇന്ത്യൻ ഓഷന്റെ പ്രത്യേകത എന്താണ്, ഏറ്റവും ഉഷ്ണം കൂടിയ സമുദ്രമാണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഓഷൻ കാണുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും എന്താണ്, ഡെപ്ത് കൂടിയ ഗർത്തം ഏതാണ്, വാർട്ടൺ ഗർത്തമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഓഷനിൽ കാണപ്പെടുന്ന ഏറ്റവും ഡെപ്ത് കൂടിയ ഗർത്തം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഓഷനിലുള്ള ഏറ്റവും വലിയ ഐലൻഡ് ഏതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലേ, മഡഗാസ്കർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഐലൻഡ് എന്ന് പറയുന്നത്. മഡഗാസ്കർ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഐലൻഡ് അല്ലെ, ഏറ്റവും വലിയ 4ാമത്തെ ഐലൻഡ് ആണ് ഏത്, മഡഗാസ്കർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്, മൗറീഷ്യസ് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് മൗറീഷ്യസ് ആണ്. ഇനി നമ്മുടെ എന്താണ്, ഇന്ത്യൻ ഓഷനിലേക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കോ. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ഏറ്റവും എളുപ്പം എന്ത് ചെയ്യാൻ കഴിയുന്ന, ഇന്ത്യയിലേക്ക് എത്താൻ കഴിയുന്ന ഏത് വഴിയാണ്, നമ്മുടെ മെഡിറ്ററേനിയൻ സീ വഴിയാണ് അല്ലെ. അപ്പൊ മെഡിറ്ററേനിയൻ സീ വഴി ഇപ്പൊ എന്താണ്, നമ്മൾ ആദ്യം നമ്മുടെ ബ്രിട്ടൻ എടുക്കാം. ബ്രിട്ടൻ എങ്ങനെയാണ് വന്നത്, ആദ്യം എന്താണ്, ഈ ഭാഗത്തിരിക്കുന്നതാണ് അല്ലെ, ഇവിടെയാണ് ബ്രിട്ടൻ ഉള്ളത്. ബ്രിട്ടൻ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ജിബ്രാൾട്ടർ വഴി മെഡിറ്ററേനിയൻ സീയിലേക്ക് വരുന്നു. അതിനുശേഷം എന്താണ്, ഇവിടെ നിന്ന് വന്നു സിയൂസ് കനാൽ വഴി റെഡ് സീയിലേക്ക് കയറി. റെഡ് സീയിൽ നിന്ന് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ഉണ്ട് നമ്മുടെ അറേബ്യൻ പെനിൻസുല എന്ന് പറയുമ്പോൾ അവിടെയുള്ള രാജ്യം എന്താണ്, യമൻ അല്ലേ. ഇപ്പൊ അറിയാം നമ്മുടെ യമനിൽ ഇപ്പൊ ഒരു ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ യമൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ യമനിനും ജിബൂട്ടിക്കും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെയിറ്റ് കാണുന്നുണ്ട്. ആ സ്ട്രെയിറ്റിന്റെ പേരാണ് ബാബൽ മന്ദബ് എന്നറിയപ്പെടുന്ന ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. ഈ സ്ട്രെയിറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഓഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, കയറുന്നത്. അപ്പൊ എന്താണ്, ബ്രിട്ടനിൽ നിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ കയറുന്നു. അതിനുശേഷം മധ്യധരണ്യാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ കയറുന്നു. അതിനുശേഷം സിയൂസ് കനാൽ, നമുക്കറിയാലേ സിയൂസ് കനാൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു കനാൽ തന്നെയാണ്. മെഡിറ്ററേനിയൻ സീനെയും റെഡ് സിയെയും തമ്മിൽ എന്ത് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന കനാലാണ് സിയൂസ് കനാൽ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞപ്പോൾ പെനാമ കനാലിനെ പറ്റി പറഞ്ഞില്ല, 1914 പെനാമ കനാൽ വരുന്നതെന്ന് പറഞ്ഞാൽ സിയൂസ് കനാൽ അതിനൊക്കെ ഒത്തിരി മുന്നേ 1869 നിർമ്മിച്ചിട്ടുള്ള ഒരു കനാലാണ് ഏത്, സിയൂസ് കനാൽ എന്ന് പറയുന്നത്. സിയൂസ് കനാൽ എന്ന് പറയുന്നത് ഇപ്പൊ ഏത് രാജ്യത്തിന്റെ കീഴിലാണ്, ഈജിപ്റ്റ് അല്ലേ. ഈജിപ്തിന് കീഴിൽ അല്ലെങ്കിൽ ഈജിപ്തിന്റെ കൺട്രോളിലാണ് എന്ത് ഇരിക്കുന്നത്, നമ്മുടെ സിയൂസ് കനാൽ ഇരിക്കുന്നത്. ഈ സിയൂസ് കനാൽ എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ നമ്മുടെ ഈ സിയൂസ് കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയറിന്റെ പേരെന്താണ്, ഫെർഡിനൻഡ് ഡി ലെസപ്സ് എന്നറിയപ്പെടുന്ന ഫെർഡിനൻഡ് ഡി ലെസപ്സ് എന്നറിയപ്പെടുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിയൂസ് കനാലിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്, ബാബൽ മന്ദബ് അല്ലെ. ബാബൽ മന്ദബ് എന്ന് പറയുന്നത് റെഡ് സിയെയും നമ്മുടെ എന്താണ് ഇന്ത്യൻ ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. യമനും ജിബൂട്ടിക്കും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ബാബൽ മന്ദബ് കാണുന്നത്. ഇനി എന്താണ് ബാബൽ മന്ദബിനെ വിളിക്കുന്ന പേര്, ഗേറ്റ് വേ ഓഫ് ടിയേഴ്സ്, കണ്ണീരിന്റെ കവാടം. അല്ലെങ്കിൽ കണ്ണീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ട്രെയിറ്റ് ആണ് ഇത് ബാബൽ മന്ദബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയൻ അല്ലെ. സൊമാലിയ അല്ല, ഇന്ത്യൻ ഓഷൻ ഈജിപ്റ്റ് ആണ് കേട്ടോ സിയൂസ് കനാൽ കൺട്രോൾ ചെയ്യുന്നത്. ഈജിപ്റ്റ് ആണ് സിയൂസ് കനാൽ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഈ ഭാഗത്തുള്ള സ്ട്രെയിറ്റുകളൊക്കെ ക്ലിയർ ആയോ? നമ്മുടെ വേൾഡ് മാപ്പ് ഒക്കെ എടുത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിലങ്ങ് ഉറയ്ക്കും.
അപ്പം നിങ്ങൾക്ക് എന്താണ് എപ്പോൾ ഏത് പാതിരാത്രി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും എന്താണ് ഒരു സ്പേസിങ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വേൾഡിൻ്റെ ഒരു മൊത്തം പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തതായിട്ട് വരുന്ന ഏതാണ്? അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അന്റാർട്ടിക് സമുദ്രം അല്ലെങ്കിൽ സതേൺ ഓഷൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം, ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ തുറമുഖങ്ങളില്ലാത്ത എന്താണ് സമുദ്രമാണ് അല്ലെ, തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് നമ്മുടെ ഏത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സമുദ്രത്തിന്റെ ഉപരിതലം അല്ലെ, ഏറ്റവും സർഫസ് പോർഷൻ എന്താണ് മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രമാണ് ഏത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ നാലാം സ്ഥാനമാണ്. അതുപോലെ തന്നെ എന്താണ് ഉപരിതലം മുഴുവൻ മഞ്ഞുകട്ടകളായിട്ട് മൂടിക്കിടക്കുന്നു. മറ്റൊരു പേരെന്താണ് ദക്ഷിണ സമുദ്രം അല്ലെങ്കിൽ സതേൺ ഓഷൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. മറ്റൊരു പ്രത്യേകത എന്താണ്? തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് ഇത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. തുറമുഖങ്ങളില്ലാത്ത സമുദ്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അതിനുശേഷം ഏറ്റവും അവസാനം വരുന്നത്, അതുപോലെ തന്നെ ഏറ്റവും ചെറുതുമായിട്ട് ഭൂമിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഇത് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിന്റെ പ്രത്യേകത? ഡി ആകൃതിയിൽ, ഏറ്റവും ചെറിയ സമുദ്രമാണ്. അതുപോലെ തന്നെ ഡി ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി ആഴം കൂടിയ ഭാഗം ഏതാണ്? ആർട്ടിക് ബേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ആഴം കൂടിയ ഭാഗം കാണപ്പെടുന്നത് എന്താണ് ആർട്ടിക് ബേസിൽ. നമുക്കറിയാം അല്ലെ, ആർട്ടിക് സമുദ്രത്തിനെയും അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ആണ് ഏത് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മളെന്താണ് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ 5 സമുദ്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൺക്ലോസിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ അൺക്ലോസ് എങ്ങനെയാണ് സമുദ്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമുദ്ര അതിർത്തികൾ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സമുദ്രങ്ങളെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇതിന്റെ മൂവ്മെന്റ്സും അതുപോലെ തന്നെ താപത്തിന്റെ വിതരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് നിൽക്കാം, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം ലീവ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.